പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങൾക്ക് വളരെയേറെ നന്ദി. നൂറുകണക്കിന് പ്രേക്ഷകർ എന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുനിൽ, താങ്കൾ എവിടെയാണ്? ഒരു വിവരവുമില്ലല്ലോ. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ശബ്ദിക്കാതിരിക്കുന്നു? ലൈവ് എവിടെ? വാർത്തകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് എന്നെ പലരും വിളിച്ച് ചോദിച്ചു. വളരെയേറെ സന്തോഷമുണ്ട് എന്നെ നിങ്ങൾ ഓർത്തതിൽ, അനുസ്മരിച്ചതിൽ. ഈ ക്ഷേമാന്വേഷണങ്ങൾക്കിടയിൽ അവർ ഒരു കാര്യം പറഞ്ഞു. ITV ന്യൂസ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞത് 100% ശരി. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ സാധിച്ചത് എന്ന്. അതെ, ITV ന്യൂസ് മിഷൻ 250 ആരംഭിച്ചത് VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല. കേരളം ഭയപ്പെടേണ്ടുന്ന ഒരു സോഷ്യോപാത്തിനെ തുറന്നു കാണിക്കുക. ജനങ്ങളുടെ മുന്നിൽ ഇയാൾ ആരാണ്? ഈ സോഷ്യോപാത്ത് എന്ന് പറയുന്ന ഒരു മനോവികാരമുള്ള ഒരു മനുഷ്യൻ ഒരു പദവിയിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായ ഫലം എന്താണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് 250 ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു. വടക്കംപറവൂരിലെ ജനങ്ങൾ അത് കേട്ടില്ല. പിണറായി വിജയനോടുള്ള ആ കടുത്ത അമർഷത്തിന്റെ പേരിൽ കേരളത്തിലുണ്ടായ ആ കൊടുങ്കാറ്റിൽ അല്ല, ആ സുനാമിയിൽ സകല ഊത്തകളും കുറ്റിച്ചൂലുകൾ വരെ UDFിന്റെ ലേബലിൽ നിന്നവന്മാർ ജയിച്ചു കയറി. അതിൽ ഒരുവൻ VD സതീശനും ഉണ്ടായിരുന്നു. പല യുവനേതാക്കന്മാർക്കും ഇയാളുടെ 4-5 ഇരട്ടി വോട്ടുകൾ നേടി അവർ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ ജനങ്ങൾ അത്രയുമെങ്കിലും ഒരു ചെറിയ ഒരു പ്രതിഷേധം കാണിച്ചതിൽ സന്തോഷമുണ്ട്. ആദ്യത്തെ 3 റൗണ്ടുകൾ എണ്ണിയപ്പോൾ VD സതീശൻ പുറകിലായി എന്നതും ഇയാൾക്കുള്ളൊരു സന്ദേശമാണ്. പ്രിയമുള്ളവരെ, ഒരു സോഷ്യോപാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മനോവികാരം നമ്മൾ മനസ്സിലാക്കണം. അവൻ ആരുമായിട്ടും കമ്മിറ്റ്മെന്റ് ഇല്ല. അവന്റെ അപ്പനോ അവന്റെ അമ്മയോ അവന്റെ ഭാര്യയോ അവന്റെ മക്കളോടോ അവന്റെ കൂടെ നിൽക്കുന്നവരോടോ അവന് വേണ്ടി ജീവൻ കളയാൻ നിൽക്കുന്നവരോടോ അവന് യാതൊരു കമ്മിറ്റ്മെന്റും ഉണ്ടാവില്ല. അവന് കമ്മിറ്റ്മെന്റ് ഉള്ളത്, സ്നേഹമുള്ളത്, കടപ്പാടുള്ളത് അവനോട് മാത്രമാണ്. ഇതാണ് ഒരു സോഷ്യോപാത്തിന്റെ മനോനില. CIA തങ്ങളുടെ ചാരന്മാരെ, അണികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കുന്നത് ഇവർക്ക് ആ സോഷ്യോപാത്ത് മെന്റാലിറ്റി ഉണ്ടോ എന്നാണ്. കാരണം മാരകമായ കുറ്റകൃത്യങ്ങൾ ഒരുത്തനെ കൊന്നു തള്ളുമ്പോഴും മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഒരു കടുകുമണിയോളം മനസ്താപമുണ്ടാകാത്ത, ശവശരീരങ്ങൾ ചിതറി വീഴുമ്പോൾ ഒരു കണ്ണ് നിറയാത്ത, മനുഷ്യന്റെ ആകുലതകളും സങ്കടങ്ങളും നെഞ്ചത്തടിയും കാണുമ്പോഴും ഒരു ചെറു പുഞ്ചിരി ചുണ്ടിൽ സൂക്ഷിക്കുവാൻ സാധിക്കുന്നവ സോഷ്യോപാത്തിന് ആണ് അവർക്ക് ആവശ്യം. പക്ഷേ കേരളത്തിന്റെ നായകനായി ഒരു സോഷ്യോപാത്തിനെയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്ന് ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ 250 ദിവസങ്ങൾ പിന്നിടുമ്പോഴെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന് അതും മനസ്സിലായെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. ഇത്തരം ഒരു സോഷ്യോപാത്തിനെ കേരളത്തിലെ ജനങ്ങളുടെ പിടലിയിൽ കെട്ടിവെക്കേണ്ടുന്ന ഒരു ഗതികേട് ഇവിടെ ഉണ്ടാകരുത്. കാരണം കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കി ഈമ്പി വലിച്ചെറിഞ്ഞിട്ട് പോയ ഈ കേരളത്തെ ഇനിയും പരീക്ഷിക്കരുത്. കേരളത്തെ ജനങ്ങൾ അത്രത്തോളം വെറുത്തു. രാഷ്ട്രീയത്തോട് പോലും ജനങ്ങൾക്ക് അറപ്പും വെറുപ്പും പുച്ഛവുമായി. യാതൊരു ഗത്യന്തരവും മാർഗവുമില്ലാതെയാണ് UDFിൽ അവർ പ്രതീക്ഷ വെച്ച് അവർ വിജയിപ്പിച്ച് കയറ്റിയത്. 1-2 102 സീറ്റുകൾ, 102 സീറ്റല്ല, ഒരു 135 സീറ്റ് വരെ ലഭിക്കുവാനുള്ള ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. VD സതീശൻ എന്ന് പറയുന്ന ആ സോഷ്യോപാത്തിനെ മുന്നിൽ നിർത്തി അയാളുടെ ആ സോളോ ഡാൻസ് കണ്ട് അതിൽ വെറുത്ത കുറെ പേരെങ്കിലും ഈ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്, അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചത് കൊണ്ടാണ് സീറ്റ് നില 102ലേക്ക് ചുരുങ്ങിയത്. എങ്കിലും ഈ 102 സീറ്റുകൾ നൽകിയ കേരളത്തിലെ ജനങ്ങളെ വെറും കുരങ്ങുകളും കൊഞ്ഞാണന്മാരുമാക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. VD സതീശന്റെ ചീട്ട് കീറാൻ പോകുന്നത് എന്തുകൊണ്ട്? സമാനതകളില്ലാത്ത PR ക്യാമ്പയിനാണ്, ഓർക്കസ്ട്രേറ്റഡ്, ഓർഗനൈസ്ഡ്
ക്യാമ്പയിനാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞങ്ങൾ അലമുറയിട്ട് വിളിച്ചു പറഞ്ഞിട്ടും ആരും ശ്രദ്ധിച്ചില്ല. ഓർക്കുക, നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിവരങ്ങൾ എവിടുന്നാണ് കിട്ടുന്നത്? ഈ വിവരങ്ങൾ ലഭിക്കുന്നത് എവിടുന്നാണ്? നമ്മുടെ ടെലിവിഷൻ വാർത്തകളിൽ നിന്നും, വാർത്താ മാധ്യമങ്ങളിൽ നിന്നും, ഡിജിറ്റൽ മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ടാണ് ഒരു പൊതുജന വികാരം, അതല്ലെങ്കിൽ അവൻ്റെ ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാവുന്നത്. ഇത് മനസ്സിലാക്കി കേരളത്തിലെ സകല മാധ്യമങ്ങൾ നടത്തുന്നത് ആരാ? ഏറ്റവും വലിയ വ്യഭിചാരശാല നടത്തുന്നവൻ, ഏറ്റവും വലിയ മരം കൊള്ളക്കാരൻ, ഏറ്റവും വലിയ ഹവാല ഇടപാടുകാരൻ, ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ്റെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ബിനാമികൾ, ഇവന്മാരാണ് ഇവിടുത്തെ വാർത്താ തൊഴിലാളികളെ വാർത്താ വ്യഭിചാരികളാക്കി കോട്ടും സൂട്ടും ഇട്ട് അവന്മാർ എഴുതി കൊടുക്കുന്ന തിരക്കഥകളും നറേറ്റീവുകളും ജനങ്ങളുടെ മുന്നിലേക്ക് ഛർദ്ദിച്ചു കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരോ മാധ്യമങ്ങളിൽ സൂട്ടും കോട്ടും ഇട്ട് നിന്ന് ഈ വായ്ത്താളം വിടുന്നവന്മാർ, അവൻ്റെ മുതലാളിമാർ, വ്യഭിചാരശാല നടത്തുന്നവൻ, അവൻ്റെ കള്ളപ്പണം വെളുപ്പിക്കുന്നവൻ, കള്ളനോട്ടടിക്കാരൻ, മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാർ, ഈ ആഭാസന്മാർ എഴുതി കൊടുക്കുന്ന തിരക്കഥയനുസരിച്ച് ജനങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് വായ്ത്താളം വിടുന്ന ഇവന്മാർ വെറും മാധ്യമ വ്യഭിചാരികളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവന്മാർ കഴിഞ്ഞ 10 ദിവസങ്ങളായി നിങ്ങൾ നോക്കുക, എന്തൊക്കെയായിരുന്നു ഇവിടെ തള്ളിമറിച്ചുകൊണ്ടിരുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഇവിടെ ആകാശത്തിന്റെ തൂണുകൾ ഇടിഞ്ഞു വീഴും, ഇവിടെ കലാപമുണ്ടാകും, ഇവിടെ ജനങ്ങൾ കത്തിക്കും. ഇന്ന് നിങ്ങൾ ഈ മാധ്യമങ്ങളെല്ലാം എടുത്തു നോക്കുക. KC ആവും മുഖ്യമന്ത്രി. KCക്ക് സാധ്യത. എന്തുകൊണ്ട് ഇവന്മാർ മലക്കം മറിഞ്ഞു ഒടുവിൽ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം എന്തൊക്കെ വർത്താനങ്ങളാണ് ഇവന്മാർ കാറി കൂവിക്കൊണ്ടിരുന്നത്? ഇവന്മാർ പണം വാങ്ങി, മാഫിയകളുടെ പണം വാങ്ങിയെടുത്ത് കൊട്ടേഷനാണ് ഈ നടത്തുന്നത്. 24 മണിക്കൂറും ഇടതടവില്ലാതെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങളുടെ മനസ്സിൽ തീ കോരിയിരുന്ന കാളകൂട വിഷം വാരി ഒഴിക്കുന്ന ഇവന്മാർ മാധ്യമപ്രവർത്തനമല്ല, മാധ്യമ വ്യഭിചാരമാണ് നടത്തുന്നത് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. യാതൊരു നിലപാടുമില്ലാതെ കണ്ടോ ചില യൂട്യൂബർമാർ, ചില മറുനാടൻ മലയാളികൾ വരെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിരുന്നത്? സതീശൻ മുഖ്യമന്ത്രി, നയിച്ചവൻ നേതാവാകും. ഇന്നെന്താണ് പറയുന്നത്? ഇന്നെന്താ പറഞ്ഞത്? സതീശന് സാധ്യത വിരളം, സാധ്യതയേ ഇല്ല, 1% താഴെ ഉള്ളൂ എന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? എന്തെങ്കിലും ഒരു നിലപാട് വേണ്ടേ? മനഃപൂർവ്വമാണ് കഴിഞ്ഞ 2-3 ദിവസമായി TV ന്യൂസ് മിണ്ടാതിരുന്നത്. കാരണം ഞങ്ങളിതാ കൃത്യമായി നാളുകൾക്ക് മുമ്പേ പറഞ്ഞു ആരാവും മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അയാളോട് യാതൊരു താല്പര്യവും ഞങ്ങൾക്കില്ല, അയാളുടെ PR പണി ചെയ്യുന്നവന്മാരല്ല ഞങ്ങൾ. പക്ഷേ ഈ സാഹചര്യത്തിൽ ഒരു സോഷ്യോപാത്തിന് കേരളത്തെ വിട്ടുകൊടുക്കാൻ പാടില്ല. നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ടും യോഗ്യൻ KC ആണ് എന്ന് ഞങ്ങൾ പറയുവാൻ കാരണം അതുകൊണ്ടാണ്. അതല്ലാതെ KC ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവാണെന്ന് ഞങ്ങൾ പറയില്ല. ഏറ്റവും നല്ല ഒരു സംഘാടകനാണെന്നോ ഒരു ഭരണകർത്താവാണെന്നോ ഞങ്ങൾ പറയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒരാൾ ഇവിടെ വരണം. ഈ കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂട്ടി നിൽക്കുന്ന ഇവന്മാർക്കൊരു സന്ദേശം കൊടുക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. 6 മാസം കഴിയുമ്പോൾ ഇവിടെ ആകാശത്തിൻ്റെ തൂണുകൾ ഇളകി വീഴും എന്ന് പറയുന്നവന്മാരോട് പറയുവാനുള്ളത്, പമ്പയാറ്റിൽ വെള്ളം പൊങ്ങും, 6 മാസം കഴിയുമ്പോൾ പമ്പയാറ്റിൽ വെള്ളം പൊങ്ങും എന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോഴേ തുണിയും പൊക്കി ചാടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഒരു പുണ്ണാക്കും സംഭവിക്കത്തില്ല. അയാൾ നിൽക്കുന്ന മണ്ഡലത്തിൽ വിജയിച്ച് കയറുവാനുള്ള കപ്പാസിറ്റിയും അതിനുള്ള പിൻബലവും എല്ലാം ഉള്ളത് കൊണ്ടാണ് അപ്രകാരം സംഭവിക്കാൻ പോകുന്നതെന്ന് യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഓർക്കുക, മാധ്യമങ്ങളെ സകലതിനെയും പർച്ചേസ് ചെയ്ത് 24 മണിക്കൂറും ഇടതടവില്ലാതെ കോട്ടും സൂട്ടും ഇട്ട് വന്നെന്ന് മാധ്യമ വിചാരികൾ ഛർദ്ദിക്കുകയാണ്. ആ ഛർദ്ദിൽ വാങ്ങി വിഴുങ്ങുവാൻ വിധിക്കപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ രാഹുൽ വിഷയത്തിൽ കണ്ടോ? സകല മാധ്യമങ്ങളെയും പർച്ചേസ് ചെയ്ത് ആഴ്ചകളോളം, മാസങ്ങളോളം, 6 മാസക്കാലത്തോളം ഒന്മാർ നിന്ന്
ഈ നവാട്ടം നടത്തി. അവസാനം എന്തായി? കോടതിയിൽ നാണം കെട്ടു. കോടതിയിൽ നാണം കെട്ടിട്ടും എൻ്റെ ബോധ്യം, എൻ്റെ നിലപാടെന്ന് പറഞ്ഞ നാറിയ നിലപാടുകളുടെ രാജകുമാരൻ ഇത് കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ മുകളിലിരിക്കുന്നവൻ കണ്ടു. മുകളിലിരിക്കുന്നവന്റെ ആ കാഴ്ച മങ്ങിയിട്ടില്ല. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്ന ആ ഉപദ്യാവിൻ്റെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, വിടി സതീശ, നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നിന്റെ ചിറകുകൾ അരിഞ്ഞിടുവാൻ തക്കതായ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒരു സോഷ്യോപാത്തിനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി സഹിക്കാൻ പറ്റത്തില്ല. ഒന്ന് ഓർത്തു നോക്കുക. സോഷ്യോപാത്ത് എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ആ പ്രസ്ഥാനത്തോട് അല്പമെങ്കിലും ഒരു സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഓർക്കുക. ഈ 102 സീറ്റുകൾ നൽകി ജയിപ്പിച്ചു വിട്ട ആ ജനങ്ങളെ വെറും ഉണ്ണാക്കന്മാരാക്കിക്കൊണ്ട് അവന്റെ ഫ്ലെക്സി യുദ്ധം, CM സാറേ CM സാറേ CM സാറേ എന്ന് വിളിപ്പിക്കുന്നു. നാണം കെട്ടവൻ. എന്നിട്ട് അത് കണ്ട് കോൾമയിൽ കൊണ്ട് രോമാഞ്ചം കൊണ്ടുപോവുകയാണ്. CM സാറേ വിളി കേട്ട് ഫ്ലെക്സ് വെക്കുന്ന അല്പൻ. തേയിലവെള്ളം കലക്കി പെട്രോൾ ഒഴിച്ച് ആത്മാഹുതിക്ക് ശ്രമിച്ചു എന്നും പറഞ്ഞ് മുണ്ണകളായ മണ്ടന്മാരായ അണികളെ ഇറക്കി നാടകം നടത്തുന്ന അല്പൻ. സോഷ്യോപാത്ത് കാര്യം കാണുവാൻ എന്തും ചെയ്യും. അവന് ഉളുപ്പില്ല, അവന് അറപ്പില്ല, അവന് വെറുപ്പില്ല, അവന് നാണവും മാനവുമില്ല. പക്ഷേ കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയായി വേണ്ടുന്നത് ഇതുപോലെയുള്ള ഒരു സോഷ്യോപാത്തിനെയാണോ എന്ന് ഞങ്ങൾ 250 ദിവസം മുമ്പ് മുഴക്കിയ ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമായി ഇവിടെ തന്നെ അന്തരീക്ഷത്തിൽ അവശേഷിക്കുകയാണ്. അതിന് ഒരു ഉത്തരം കിട്ടുവാൻ പരമാവധി 48 മണിക്കൂർ. ആ 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ 250 ദിവസം മുടക്കിക്കൊണ്ടിരുന്ന ആ ചോദ്യം ശരിയായിരുന്നുവെങ്കിൽ, അത് ശരിയായിരുന്നുവെന്ന് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടാൽ അതിന് കൃത്യമായ റിസൾട്ട് വരും. ആ മിഷൻ 250യുടെ റിസൾട്ട് യാഥാർത്ഥ്യമാകുകയും ചെയ്യും. അപ്രകാരം സംഭവിച്ചാൽ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ UDFനോ മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിന് മൊത്തം അതൊരു വലിയൊരു സന്ദേശമാവും. ഇത്തരത്തിലുള്ള സോഷ്യോപാത്തുകൾ നാടിനാപത്ത്, പാർട്ടിക്കാപത്ത്, കുടുംബത്തിനാപത്ത്, സമൂഹത്തിനാപത്ത്. ഇവന്മാരുടെ രോഗാവസ്ഥ മനസ്സിലാക്കി ഇവന്മാരെ തൊടാതെ ആട്ടിപ്പിട്ടേക്കുക. അവനെയൊന്നും കൈകാര്യം ചെയ്യാൻ പോലും നമ്മൾ അയാളൊരു സോഷ്യോപാത്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഒരു നാസിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇവന്മാരെ ഗ്ലൗസ് ഇട്ട കൈ കൊണ്ടേ പിടിക്കാവൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്മാരെ തീണ്ടാപ്പാടം അകലെ നിർത്തുക. അവനെ നമ്മൾ എടുത്ത് മടിയിൽ വെച്ചിട്ട് അവൻ്റെ വേണ്ടാത്ത പണി കാണിച്ചിട്ട് നമ്മൾ നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ഞങ്ങൾക്കും പറയുവാനുള്ളത്. സോഷ്യോപാത്തിനെ അവൻ അർഹിക്കുന്ന അവൻ്റെ മാനസികാവസ്ഥയ്ക്ക് നിങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവനുമായിട്ട് നിങ്ങൾ മല്ലിടാൻ പോയാൽ അവൻ സകലതും കത്തിച്ച് വെണ്ണീറാക്കി. അതവൻ്റെ മാനസിക രോഗത്തിന്റെ ഭാഗമാണ്. അവന് മനസാക്ഷിയില്ല, അവന് സ്നേഹമില്ല, അവന് കമ്പാഷനില്ല, അവന് ആത്മാർത്ഥതയില്ല. അവൻ ആത്മാർത്ഥതയുള്ളത് അവനോട് മാത്രമാണെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും കോൺഗ്രസ് നേതാവും, കോൺഗ്രസ് നേതൃത്വവും, കോൺഗ്രസ് നേതാക്കന്മാരും, ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരും മനസ്സിലാക്കണം. കാരണം സോഷ്യോപാത്തിന് സ്നേഹമുള്ളത് അവനോട് മാത്രമാണ്. അതുകൊണ്ട് അല്പം കൂടി കാത്തിരിക്കണം. ഒരു സോഷ്യോപാത്ത് അവൻ്റെ ലക്ഷ്യം നേടുവാൻ അവന് ഏത് ഹീനകൃത്യവും ചെയ്യും. അവൻ വർഗീയ കലാപം ഉണ്ടാക്കും, അവൻ വിഷം കലക്കും, അവൻ ആളുകളെ കൊല്ലാനുള്ള പദ്ധതികൾ തയ്യാറാക്കും, അവൻ ആരെയും വെട്ടി വീഴ്ത്തും, അവൻ ആരെയും അരിഞ്ഞു വീഴ്ത്തും, അവൻ എന്ത് കള്ളത്തരങ്ങളും വിളിച്ചു പറയും, അവൻ എന്ത് മാനിപ്പുലേഷനും നടത്തും, അവൻ ഏതറ്റവും വരെ പോകും. അവൻ്റെ ആ ലക്ഷ്യം, അവൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ അവൻ ഏത് ലക്ഷ്യം വരെ പോകും. അതുകൊണ്ട് സോഷ്യോപാത്തുകളെ സൂക്ഷിക്കുക. അവന്മാർ നാടിനാപത്ത്, വീടിനാപത്ത്, രാജ്യത്തിനാപത്ത്. പ്രിയമുള്ളവരെ, മഹാവിസ്മയങ്ങൾ കാണുമെന്നാണ് സതീശൻ പറഞ്ഞത്. ഇതുപോലൊരു വിസ്മയം, ഇനി എന്തൊക്കെ വിസ്മയം നമുക്ക് കാണാൻ കിടക്കുന്നു. ഇവൻ ആ പദവി ഒന്ന് കൊടുത്താൽ മതി, വിസ്മയം കാട്ടി ഈ വിസ്മച്ചൻ നമ്മളെ വിസ്മയിപ്പിച്ച് കളയും. എന്തൊക്കെ കോപ്രായങ്ങൾ! ആ കോപ്രായങ്ങളിൽ ചിലത് മാത്രം കണ്ടിട്ട് ഉടനെ നമുക്ക് മടങ്ങി വരാം കൂടുതൽ ചൂടുള്ള വാർത്തകളുമായി. എന്തൊക്കെ വിസ്മയങ്ങളാണ് ഇനി ഉണ്ടാകുന്നത്? നേരത്തെ കാത്തിരിക്കണം. വിസ്മയങ്ങൾ നേരത്തെ പറഞ്ഞ വിസ്മയം അല്ലാതായി പോകും. ഞാൻ നിങ്ങളോട് പറയില്ലേ കാത്തിരിക്കാൻ. CM സർ
CM sir, CM sir. All the best. CM sir, CM sir. പ്രിയമുള്ളവരെ, വളച്ചുകെട്ടില്ലാത്ത കാര്യത്തിലേക്ക് വരികയാണ്. പി ഡി സതീശന്റെ ചീട്ട് കീറിയത് ഇങ്ങനെയാണ്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഈ വിഷലുകൾ. ഇത് ചെറിയ സാമ്പിളുകൾ മാത്രമാണ്. ഇങ്ങനെ എന്തൊക്കെ പണികളാണ് കാട്ടിക്കൂട്ടത്. എന്തിന്? കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം, വി ഡി സതീശൻ വലിയവനാണ്. വി ഡി സതീശന് വേണ്ടി കേരളം മൊത്തവും ആർത്ത് നിലവിളിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ആ പ്രോട്ടോകോളും പഴയ പാരമ്പര്യവും ഒക്കെ അങ്ങ് മടക്കി വെച്ചാൽ മതി. വി ഡി സതീശൻ എന്ന് പറയുന്നത് ആരാന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമോ? ഹൈക്കമാൻഡ്. ഏത് ഹൈക്കമാൻഡ്? അയാളെ ആ മറ്റേ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ബോഡി ലാംഗ്വേജ് ഒഴിച്ചു ഏത് ഹൈക്കമാൻഡ്? വി ഡി തീരുമാനിക്കും കാര്യങ്ങൾ എന്ന പട്ടിൽ ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. എന്തിനു വേണ്ടി? പാർലമെന്ററി കാര്യ നേതാവിനെ തീരുമാനിക്കുന്നത് MLA ആയിരുന്നു എന്ന കീഴ്വഴക്കം ഇനി തൊട്ട് ഇവിടെ വേണ്ട. ഞാൻ തീരുമാനിക്കും. ആര് തീരുമാനിക്കും? ഞാൻ തീരുമാനിക്കും. അതുപോലെ കോൺഗ്രസിന്റെ യാതൊരു കീഴ്വഴക്കങ്ങളും എനിക്ക് ബാധകമല്ല. മുൻകാലങ്ങളിൽ എങ്ങനെയാണോ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തത് അതൊന്നും ഇവിടെ പറയണ്ട. ഇവിടെ വി ഡി ഫാക്ടർ, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ഫ്ലെക്സ് ബോർഡ്, ഞാൻ മാത്രം മതി. ഏത് ഹൈക്കമാൻഡ്? ഒരു കമാൻഡും വേണ്ട. കമാൻഡ് അത് നെട്ടൂരിലെ ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാർ സകല മാധ്യമങ്ങളെയും വിലക്കെടുത്ത് അനുകൂല തീരുമാനമെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളം നിന്ന് കത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ട് രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ചെന്നും ഇവൻ ഈ അൽപ്പൻ ഷോ കാണിച്ചു. രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ ചെന്ന് കൈ ചൂണ്ടി ഇയാൾ വർത്താനം പറഞ്ഞു. ഈ ധാർഷ്ട്യമൊക്കെ ഹൈക്കമാൻഡിന്റെ കയ്യിൽ വെച്ചാൽ മതി, കേരളത്തിൽ വില പോകില്ല, നിങ്ങൾ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഒരു MP-ക്ക് ഇതുപോലൊരു സ്ഥാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാക്കി നിങ്ങൾ കാര്യം എന്നോട് പറഞ്ഞാൽ മതി. എനിക്കത് കോൺഗ്രസിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വിരൽ ചൂണ്ടി, രാഹുൽ ഗാന്ധിയെ ഇവൻ തല്ലാൻ വരെ ചെല്ലുന്ന രീതിയിൽ ഇവൻ അവിടെ ചെന്ന് ഷോ കാണിച്ചു എന്നാണ് വിവരം. അന്നേരം രാഹുൽ ഗാന്ധി ഒരൊറ്റ ചോദ്യമാണ് ഇവന്റെ മുന്നിൽ ചോദിച്ചത്. ഡേയ് സതീശ, നീ ഈ കോക്കാം ബീച്ചിയും ഈ പരിപാടിയൊക്കെ കാണിച്ചിട്ട് നീ ഇങ്ങ് ഡൽഹി വന്നാൽ ഇതൊക്കെ കണ്ട് പേടിച്ച് മുള്ളി നിനക്ക് അനുകൂലമായി തീരുമാനമെടുക്കുവാൻ ഞങ്ങൾ വെറും മൊണ്ണയാണോടാ സതീശ എന്ന് ഒരൊറ്റ ചോദ്യം രാഹുൽ മുഖത്ത് ചോദിച്ചു. രാഹുൽ ഇവനെ തല്ലിയില്ലെന്നേ ഉള്ളൂ. രാഹുലിൻ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ശബ്ദമുയർത്തി ആരോടും സംസാരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവനെ കൊലവിളിക്കുന്ന ശബ്ദം കേട്ട് അടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രികൾ അവിടേക്ക് ഓടിച്ചെന്നു. അവരുടെ അസാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ രാഹുൽ ഗാന്ധി ഇവനെ ചവിട്ടി കൂട്ടിയേനെയും. കാരണം അമ്മാതിരി ഷോ രാഹുലിന്റെ അടുത്ത് പോലും ഈ അൽപ്പൻ കാണിച്ചു. ഈ അൽപ്പന് തെമ്മാടിത്തരങ്ങൾ കാണിക്കുവാൻ, തരവഴികൾ കാണിക്കുവാൻ ധൈര്യം നൽകുന്ന പിൻബലം എന്താണ് എന്ന് നമ്മൾ അടുത്ത വിഷയമായി അല്പസമയത്തിനുള്ളിൽ നമ്മൾ ചർച്ച ചെയ്യും. സോഷ്യോപാത്തുകൾ ഇങ്ങനെയാണ്. സോഷ്യോപാത്തുകൾക്ക് ഹയറാർക്കി ഇല്ല,
നേതൃത്വത്തെ ബഹുമാനിക്കത്തില്ല, അണികളോട് സ്നേഹമുണ്ടാവില്ല, പാർട്ടിയോട് മമതയുണ്ടാവില്ല, പ്രതിബദ്ധതയുണ്ടാവില്ല. അവർക്ക് പ്രതിബദ്ധതയുള്ളത് അവരുടെ ആഗ്രഹങ്ങളോടും അവരുടെ ലക്ഷ്യങ്ങളോടും അവരുടെ താല്പര്യങ്ങളോടും മാത്രം. ഇതാണ് ഒരു സോഷ്യോപാത്തിന്റെ മുഖമുദ്ര. ഞങ്ങൾ കഴിഞ്ഞ 250 ദിവസമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധിക്ക് അനുഭവവേദ്യമായി കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായത് ഇത്രയും മഹാരോഗമുള്ളവനെ ഒരു മഹാവൃക്ഷമാക്കി വളർത്തുവാൻ അനുവദിച്ച നമ്മക്കെട്ട് ആദ്യം അടിക്കണമെന്ന് പറഞ്ഞ് രാഹുൽ സ്വയം ചെവിക്കലിട്ട് അടിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇനി മറിച്ച് രാഹുൽ ഒരു തീരുമാനമെടുക്കണമെന്നെങ്കിൽ ഒന്നെങ്കിൽ രാഹുലിന്റെ ജീവൻ പോവണം, അതല്ലെങ്കിൽ അതുക്കും മേലെ ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധ്യതയുള്ള ഇവന്റെ പിൻബലമായ ആ മാഫിയകൾ അടുത്ത കളി കളിക്കണം. അത് രണ്ടും ഉണ്ടായാലും അത് കോൺഗ്രസിന്റെ അവസാനത്തിലേക്ക് ചെന്ന് കളിക്കൂ എന്ന് മനസ്സിലാക്കുക. വി ഡി സതീശൻ ഓർത്തു ഇത്രയും അട്ടഹാസങ്ങളൊക്കെ ഉണ്ടാക്കി, മാധ്യമങ്ങളെ വിലക്കെടുത്ത് ഇത്രയും വായ്ത്താരികളൊക്കെ നടത്തി, ഡൽഹിയിൽ ചെന്ന് കഴിയുമ്പോൾ അവന്മാർ പേടിച്ച് മൂത്രമൊഴിച്ച് ഇവന്റെ ഈ വിരട്ടലുകൾക്ക് വശംവദനായി നിന്ന് ഇയാളുടെ ഈ വിരട്ടലിൽ വീണ് സകല മാനദണ്ഡങ്ങളും മറികടന്ന് വി ഡി സതീശന് അവസരം കൊടുക്കുമെന്നാണ് കരുതിയതെങ്കിലും അത് തെറ്റി എന്നാണ് വിവരം. പക്ഷേ അത് പ്രഖ്യാപിക്കാത്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മറ്റുള്ള പാർട്ടികൾ പോലെയല്ല, കുറെ കൂടെ ഒരു മനുഷ്യത്വ മുഖമുണ്ട്, അവർക്ക് ചില ആശങ്കകളുണ്ട്. ഏകാധിപതികൾ 1, 2, 3 എന്ന് പറഞ്ഞ് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുവാനുള്ള ആർജവം ഇവർക്കുണ്ടാവില്ല. കാരണം പല പല ഫാക്ടേഴ്സിനെ കുറിച്ച് ഇവർക്ക് ചിന്തിക്കണം, ആലോചിക്കണം. അങ്ങനെ ആ പ്രോസസ്സ് അല്പം ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി തന്റെ ഡിസിഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു വിശാല ചർച്ചകൾ കൂടി നടത്തി കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള രീതിയിൽ ഒരു ആശയ രൂപീകരണം നടത്തിയ ശേഷം ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം നടത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു കണക്കിന് നല്ലതാണ്. തിടുക്കപ്പെട്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സോഷ്യോപാത്തുകൾ വളരെ വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വളരെ ബുദ്ധിപരമായി വളരെ തന്മയത്വത്തോടുകൂടി അല്പം സമയമെടുത്താണെങ്കിലും കാര്യങ്ങളെ സമീപിക്കുന്നതിൽ നമുക്ക് അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം ഇവർ വളരെ വൈകാരികമായി ഈ വിഷയത്തെ മാധ്യമങ്ങളിലൂടെ ആളിക്കത്തിച്ച് ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷമുണ്ടാക്കി ആ സമയത്ത് കോൺഗ്രസ് നേതൃത്വം ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വലിയ കലാപങ്ങളും തമ്മിലടിയും കേരളം കത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും, സംസ്ഥാനത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന പണിയാണ് അദ്ദേഹം ചെയ്തത്. ഇവനോട് പറഞ്ഞു, ഡേയ്, ഈ കേരളത്തിൽ നടക്കുന്ന സകല നാറിത്തനങ്ങളുടെയും ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ഇവിടെ ഒരണിയും ജവാബ് മേടിച്ചു കൊടുക്കാതെ കാശിറക്കാതെ നിനക്കൊന്നും KJ വിളിക്കുവാൻ ഇറങ്ങില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് രാജസ്ഥാൻ മരുഭൂമിയിൽ മണലിറക്കാൻ വരരുതേ. അതിനു മുൻപ് ഈ വെച്ചേക്കുന്ന പോസ്റ്ററുകൾ നീ തന്നെ വിളിച്ചു പറഞ്ഞ് നിന്റെ അടിമകളായ അണികളോട് പറഞ്ഞ് വെച്ച പോസ്റ്ററുകൾ കീറിക്കളയുക, വെച്ച ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റുക, പ്രഖ്യാപനങ്ങൾ നിർത്തുക, അടങ്ങി ഒതുങ്ങി നിൽക്കുക, എന്നിട്ടാവാം നമുക്ക് അടുത്ത പ്രഖ്യാപനം. അല്ലെങ്കിൽ ഒറ്റയൊരുത്തനെയും വെച്ചേക്കില്ല എന്ന് ശക്തമായ സന്ദേശം കൊടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായി ഉമാർ ഒരു പൊടിക്ക് അടങ്ങിയിരിക്കുകയാണ്. എന്നാലും സോഷ്യോപാത്തുകളുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അവൻ അങ്ങനെ അടങ്ങി ഒതുങ്ങി വിധേയപ്പെട്ട് പോകുന്നവനല്ല. അവൻ അണലിയെ പോലെ, രാജമമ്പാലയെ പോലെ ഉഗ്ര വിഷമിക്കുന്ന അവൻ ഒരിക്കലും അവന് പത്തി താത്തി അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൻ ഏത് നിമിഷവും സടകുടഞ്ഞെഴുന്നേറ്റ് കൊത്താൻ തയ്യാറായി നിൽക്കുന്നവനാണ് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ വിധേയപ്പെട്ടു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെങ്കിൽ പോലും എന്തൊക്കെ കുത്തിത്തിരിപ്പുകളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്തെ ഒരു വാളി അവന്റെ റെക്കമെൻഡേഷൻ വഴി ഇറ്റലിയിൽ നിന്നും മാർപ്പാപ്പ രാഹുൽ ഗാന്ധിയെ വിളിച്ച് വിരട്ടും എന്നാണ് അവന്മാർ കഴിഞ്ഞ ദിവസം താളം വിട്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാൻ ഇറ്റലിയിൽ നിന്നും മാർപ്പാപ്പയുടെ പെട്ടി തൂങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു കൂവക്കാട് എന്ന് പറയുന്ന ഒരു മണ്ണുണ്ണി, ഇവനൊക്കെ വിചാരിച്ചാൽ ഇവിടെ എന്തെങ്കിലും നടക്കുമോ? ഒരു പുട്ടാക്കം നടക്കത്തില്ല. അങ്ങനെ മാർപ്പാപ്പയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്ത് നടക്കും എന്നൊക്കെ തരത്തിലൊരു കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഏതൊക്കെ രീതിയിൽ കൂടെ അവസാന നിമിഷം വരെ മുറിച്ച അവൻ്റെ അവസാന
ആ തുടിപ്പ് നിൽക്കുന്നത് വരെ ഇവന്മാർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇവരുടെ ലക്ഷ്യത്തിനു വേണ്ടി, ഇവരുടെ കാര്യസാധ്യതത്തിന് വേണ്ടി. ഇതാണ് ഒരു സോഷ്യോപാത്തിന്റെ മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കണം. സോഷ്യോപാത്തുകൾ കുടുംബത്തിലായിക്കോട്ടെ, സോഷ്യോപാത്തുകളും നാസിസ്റ്റുകളും കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, പ്രസ്ഥാനങ്ങളിലായിക്കോട്ടെ, ഇവന്മാർ അത് മുടിച്ച് തേച്ച് നശിപ്പിച്ച് കളയും. ഇവരുടെ ആ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് ഇവർ ഒരിക്കലും ആളുകൾക്ക് വിധേയപ്പെടത്തില്ല. ഇവർ വളരെ ഈഗോയിസ്റ്റുകളാണ്. ഇവർ ആർക്കും വിധേയപ്പെടത്തില്ല. എനിക്ക് ശേഷം പ്രളയം എന്നും പറഞ്ഞ് നടക്കുന്ന ഇവന്മാർക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയും. ഒരു കപ്പൽ യാത്ര ചെയ്യുവാണെങ്കിൽ പോലും ഇവന്റെ താല്പര്യം നടന്നെങ്കിൽ ചിലപ്പോൾ ആ കപ്പൽ പോലും ഇവൻ മുക്കിക്കളയാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു നാസിസ്റ്റിന്റെ, ഒരു സോഷ്യോപാത്തിന്റെ മാനസികാവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മോഹഭംഗം വന്ന ഒരു സോഷ്യോപാത്ത് വളരെയേറെ അപകടകാരിയാണ്. അവൻ എന്തും ചെയ്യാം, എന്ത് തെമ്മാടിത്തരങ്ങളും ചെയ്യാമെന്ന ഒരു ബോധ്യത്തോടു കൂടി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കണം. തന്റെ മോഹം നടക്കുന്നില്ല, തന്റെ ആഗ്രഹം നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സോഷ്യോപാത്ത് കേരളത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെയുള്ള ഈ നാണം കെട്ട, ഈ അമേദ്യം വാരി തിന്നിട്ട് ഈ വ്യഭിചാരശാല നടത്തുന്നവന്മാരുടെ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമ വ്യഭിചാരികളായി ജോലി ചെയ്യുന്ന ആ വാർത്താ തൊഴിലാളികൾ പടച്ചുവിട്ടുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കണം. ഇത് മറ്റവന്മാർ, ഏത് മാധ്യമവേശികൾ ആരുടെ പണം വാങ്ങി തിന്നിട്ടാണ് ഇപ്രകാരം കാര്യങ്ങൾ വിളമ്പുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ഉണ്ടാവണം. ഇവന്റെ പണം വാങ്ങി തിന്നിട്ട് ഇവിടെ എരുതിയിൽ ഏവിയേഷൻ ഫ്യൂവൽ ഒഴിച്ചു കൊടുക്കുന്ന പണിയാണ് ഇവന്മാർ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ മോഹഭംഗം കൊണ്ട്, ഒരു സോഷ്യോപാത്തിന്റെ മോഹഭംഗം കൊണ്ട് അവൻ കാട്ടിക്കൂട്ടാൻ പോകുന്ന തരവഴികൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ളൊരു തിരിച്ചറിവും ഒരു ബോധ്യവും നമുക്കുണ്ടാവണം. എന്തും സംഭവിക്കാം. അവൻ ഏത് എക്സ്റ്റെന്റും ഒരു സോഷ്യോപാത്തിന്റെ ആഗ്രഹം നിറവേറുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഏത് എക്സ്റ്റെന്റും പോകും. വളരെയേറെ ഒരു അപകടാവസ്ഥയിലാണ് കേരളം പോകുന്നത്. കാരണം ഇവിടെ ഒരു കാവൽ മന്ത്രിസഭയേ ഉള്ളൂ. ഇവിടെ പൂർണ്ണ അധികാരമുള്ള ഒരു സർക്കാരില്ല. പോലീസുകാർക്കാണെങ്കിൽ അതുപോലെ പവർ ഉപയോഗിക്കാൻ ഭയമാണ് താനും. അപ്പോൾ ഇവന്മാർ ഈ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങൾ, ഇതിന്റെ പിന്നിൽ ആരാണ്, അവന്റെ മാനസികാവസ്ഥയാണ് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ അവനെ അത്തരത്തിൽ കൈകാര്യം ചെയ്യുവാൻ കേരളത്തിലെ ജനങ്ങൾക്കും ഈ പാർട്ടിക്കും കഴിയാൻ പറ്റണം. പാർട്ടി നേതൃത്വത്തിന് ഇപ്രകാരം മാനസിക രോഗമുള്ള ഒരുത്തനെ കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവൻ പാർട്ടിയെ തന്നെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.